ക്രിസ്തുവിൻ്റെ ക്രൂശിലെ അതിക്രൂരമായ പീഡനം ഏതൊരു മനുഷ്യ ജീവിതത്തിലും സഹതാപം ഉയർത്തുന്നതാണ്. അതുകൊണ്ട് തന്നെ അവനെ ക്രൂശിച്ച ആഴ്ചയെ നമ്മൾ കഷ്ടാനുഭവ ആഴ്ചയെന്നും ആ വെള്ളിയാഴ്ചയെ ദുഃഖ വെള്ളിയാഴ്ചയെന്നുമൊക്കെ പറയപ്പെടുന്നു. ക്രിസ്തുവിൻ്റെ കഷ്ടപ്പാടുകളോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് സ്വന്തം ശരീരത്തിൽ വേദന അടിച്ചേൽപ്പിക്കുന്നവരും ഈ പറയുന്ന സമയങ്ങളിൽ ചുരുക്കമല്ല. എന്നാൽ ക്രൂശിൽ കിടന്ന് ക്രിസ്തു നിലവിളിച്ചു പറഞ്ഞത് സകലവും നിവൃത്തിയായി എന്നത്രേ. വിജയഭേരി മുഴക്കി അവൻ ക്രൂശിനെ സഹിച്ചു. എന്താണ് അവൻ ക്രൂശിൽ നിവർത്തിച്ചത്? ബൈബിളിൽ അവനെക്കുറിച്ച് പറഞ്ഞിരുന്ന സകല പ്രവചനങ്ങളും നിവൃത്തിയായി. അവൻ്റെ കഷ്ടങ്ങളെല്ലാം പൂർത്തിയായി. താൻ ഈ ഭൂമിയിലേക്ക് വന്നതിൻ്റെ ദൗത്യം നിവൃത്തിയായി. മനുഷ്യവർഗത്തിൻ്റെ പാപപരിഹാരത്തിനായി ചെയ്തു വന്നിരുന്ന സകല നിഴലുകളും നിവൃത്തിയായി, പൊരുളായി. ഇനിയും പാപപരിഹാരത്തിനായി ഒരു കർമ്മങ്ങളുടെയും ആവശ്യമില്ല. മനുഷ്യവർഗത്തിൻ്റെ പാപം ക്രിസ്തുവിൻ്റെ മേൽ ഇട്ടതിനാൽ പാപത്തിൻ്റെ അന്ത്യം കാണുകയുണ്ടായി. അതുമാത്രമല്ല, ന്യായപ്രമാണം ആവശ്യപ്പെട്ടിരുന്നതെല്ലാം നിവൃത്തിയായി. ഒടുവിലായി സാത്താൻ്റെ ശക്തി തകർത്ത് വിജയം വരിച്ചു. ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഏതൊരാൾക്കും ഈ പറഞ്ഞതെല്ലാം അവകാശമാക്കാവുന്നതും ജീവിതം അർത്ഥപൂർണം ആക്കാവുന്നതുമാണ്. അതാണ് നാം ഇന്ന് ചിന്തിക്കുവാൻ പോകുന്നത്. വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷത്തിൻ്റെ 19-ാം അധ്യായത്തിൽ നിന്ന്. പതിനേഴ് മുതലുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് 17, 18 ഞാൻ വായിക്കാം. അവർ യേശുവിനെ കയ്യേറ്റു. അവൻ താൻ തന്നെ ക്രൂശിനെ ചുമന്നുകൊണ്ട് എബ്രായ ഭാഷയിൽ ഗൊൽഗോഥ എന്നു പേരുള്ള തലയോടിടം എന്ന സ്ഥലത്തേക്ക് പോയി. അവിടെ അവർ അവനെയും അവനോടുകൂടെ വേറെ 2 ആളുകളെയും, ഒരുത്തനെ അപ്പുറത്തും ഒരുത്തനെ ഇപ്പുറത്തും, യേശുവിനെ നടുവിലുമായി ക്രൂശിച്ചു. ക്രൂശീകരണത്തിൻ്റെ ചിത്രം യോഹന്നാൻ നമുക്ക് നൽകുന്നില്ല. സ്ഥലം സൂചിപ്പിക്കുന്നുവെങ്കിലും വളരെ കുറച്ച് വിശദീകരണമേ യോഹന്നാൻ നൽകുന്നുള്ളൂ. പാപയാഗത്തിൻ്റെ മുഴുവൻ ഭാഗവും പാളയത്തിന് പുറത്തു കൊണ്ടുപോയി തീയിട്ട് ചുടേണ്ടതാവശ്യമായിരുന്നു എന്ന് ലേവ്യപുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട്. തന്നെക്കുറിച്ചുള്ള പ്രവചനം യേശുക്രിസ്തു നിവർത്തിച്ചതുപോലെ തന്നെ അവൻ പഴയ നിയമത്തിൽ തന്നെക്കുറിച്ചുള്ള പ്രതിരൂപവും നിവർത്തിച്ചു. നമ്മുടെ പാപയാഗമായ കർത്താവായ യേശുക്രിസ്തുവിനെയും നഗരത്തിന് പുറത്തു കൊണ്ടുപോയി. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിലിന് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു എന്ന് എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 12-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്നു. 19-ാം വാക്യത്തിലേക്ക് വരാം. പീലാത്തോസ് ഒരു മേലെഴുത്തും എഴുതി ക്രൂശിന്മേൽ പതിപ്പിച്ചു. അതിൽ നസറേനായ യേശു യഹൂദന്മാരുടെ രാജാവ് എന്ന് എഴുതിയിരുന്നു. 4 സുവിശേഷങ്ങൾ ഒരുപോലെ പരിശോധിച്ചാൽ മാത്രമേ ക്രൂശിൽ എഴുതിയിരുന്ന മേലെഴുത്തിൻ്റെ പൂർണ്ണ രൂപം നമുക്ക് ലഭിക്കുകയുള്ളൂ. 20, 21, 22 വാക്യങ്ങൾ നോക്കിക്കാട്ടെ. 20 മുതൽ യേശുവിനെ ക്രൂശിച്ച സ്ഥലം നഗരത്തിന് സമീപം ആകയാൽ അനേകം യഹൂദന്മാർ ഈ മേലെഴുത്ത് വായിച്ചു. അത് എബ്രായ, റോമ, യവന ഭാഷകളിൽ എഴുതിയിരുന്നു. ആകയാൽ യഹൂദന്മാരുടെ മഹാപുരോഹിതന്മാർ പീലാത്തോസിനോട്, യഹൂദന്മാരുടെ രാജാവെന്നല്ല, ഞാൻ യഹൂദന്മാരുടെ രാജാവെന്ന് അവൻ പറഞ്ഞു എന്നത്ര എഴുതേണ്ടത് എന്ന് പറഞ്ഞു. അതിന് പീലാത്തോസ്, ഞാൻ എഴുതി എന്ന് പറഞ്ഞു. ഒരിക്കലെങ്കിലും തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിൽപ്പാൻ ഈ മനുഷ്യന് സാധിച്ചത് എത്ര അത്ഭുതകരമായിരിക്കുന്നില്ലേ? നോക്കണേ, മതത്തിൻ്റെ ഭാഷയായ എബ്രായ ഭാഷയിലും സംസ്കാരത്തിൻ്റെയും വിദ്യാഭ്യാസത്തിൻ്റെയും ഭാഷയായ യവന ഭാഷയിലും നിയമത്തിൻ്റെ ഭാഷയായ ലത്തീൻ ഭാഷയിലും അത് എഴുതിയിരുന്നു. അങ്ങനെ അവർ എല്ലാവർക്കും വേണ്ടി അത് എഴുതി. നമ്മുടെ കർത്താവ് എല്ലാവർക്കും വേണ്ടി മരിച്ചു എന്ന് കാണേണ്ടതിനായി സകല ലോകക്കാർക്കും വേണ്ടി അത് എഴുതിയിരുന്നു. ലോകത്തിന് മുമ്പാകെ പ്രസംഗിക്കപ്പെടേണ്ട സുവിശേഷം ഇതത്രേ. ലോകത്തിൻ്റെ പ്രത്യാശയും ഇതാണ്. 23, 24 വാക്യങ്ങളിൽ പടയാളികൾ യേശുവിനെ ക്രൂശിച്ച ശേഷം അവൻ്റെ വസ്ത്രമെടുത്ത് ഓരോ പടയാളിക്ക് ഓരോ പങ്കായിട്ട് 4 പങ്കാക്കി. അങ്കിയും എടുത്തു. അങ്കിയോ തുന്നലില്ലാതെ മേൽ തൊട്ടടിയോളം മുഴുവനും നെയ്തതായിരുന്നു. ഇത് കീറരുത്, ആർക്ക് വരും എന്ന് ചീട്ടിടുക എന്നവർ തമ്മിൽ പറഞ്ഞു. എൻ്റെ വസ്ത്രം അവർ പകുത്തെടുത്തു, എൻ്റെ അങ്കിക്കായി ചീട്ടിട്ടു എന്നുള്ള
യേശുവിനെ ക്രൂശിച്ച ശേഷം യേശുക്രിസ്തുവിൻ്റെ മരണത്തെക്കുറിച്ച് സുവിശേഷ എഴുത്തുകാരിൽ ആരും തന്നെ വിശദ വിവരണം നൽകുന്നില്ല. ക്രൂശിനെക്കുറിച്ചും ക്രൂശീകരണത്തെക്കുറിച്ചും പല കാര്യങ്ങൾ നമ്മിൽ നിന്നും മറച്ചു വച്ചിരിക്കുകയാണ്. പല വിശദീകരണങ്ങൾക്കും ദൈവം തിരശീല ഇട്ടിരിക്കുകയാണ്. ജനങ്ങൾക്ക് കാണുവാൻ കഴിയാത്ത വിധം ദേശം അന്ധകാരം കൊണ്ട് മൂടപ്പെട്ടു. പിതാവും പുത്രനും തമ്മിൽ ഒരു ഇടപാട് ക്രൂശിൽ നടക്കുന്നു. ലോകത്തിൻ്റെ പാപത്തിനു വേണ്ടിയുള്ള ഇടപാടായിരുന്നു അത് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയാത്തതത്രേ. ക്രൂശിലെ അവൻ്റെ മരണത്താൽ വിശ്വാസം മൂലം നമുക്ക് ലഭ്യമായിരിക്കുന്ന പാപക്ഷമ സ്വീകരിക്കുക എന്നത് മാത്രമാണ് നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന കാര്യം. എനിക്കും നിങ്ങൾക്കും അന്ധകാരത്തെ തുളച്ച് അകത്ത് ചെല്ലുവാനുള്ള ഏക മാർഗവും അതത്രേ. 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങളിൽ യേശുവിൻ്റെ ക്രൂശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലയോപ്പാവിൻ്റെ ഭാര്യ മറിയയും മഗ്ദലക്കാരത്തി മറിയയും നിന്നിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യേശു മറിയയെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന കാനാവിലെ കല്യാണത്തിലും അപ്രകാരം യേശു മറിയയെ അഭിസംബോധന ചെയ്തതായി യോഹന്നാന്റെ സുവിശേഷം 2-ാം അധ്യായത്തിൽ നാം ചിന്തിച്ചുവല്ലോ. അവൻ്റെ നാഴിക വന്നിരിക്കുന്നു, അവൻ മരിക്കാൻ പോകുകയാണ്. എന്നാൽ അവൻ വീണ്ടും ജീവിക്കും. അവർ വാസ്തവത്തിൽ അവനെ കാണുവാൻ പോകുകയാണ്. അവൻ തേജസ്കരിക്കപ്പെടുകയും ചെയ്യും. അവൻ്റെ അമ്മയുമായുള്ള ബന്ധം വിടർത്തേണ്ടതായിട്ടുണ്ട്. അവളെ സംബന്ധിച്ചും നമ്മെ സംബന്ധിച്ചും അവൻ മഹത്വീകരിക്കപ്പെട്ട ക്രിസ്തു ആയിരിക്കേണ്ടതത്രേ. അവൻ്റെ പുനരുത്ഥാനം അവളുടെ പേര് എന്നേക്കും വെളിവാക്കും. അവളുടെ മാന്യതയും തെളിയിക്കപ്പെടും. എന്നാൽ മറ്റേതൊരു വിശ്വാസിയെയും പോലെ തന്നെ അവളും വിശ്വാസത്തോടെ ക്രിസ്തുവിങ്കിലേക്ക് കടന്നു ചെല്ലേണ്ടത് ആവശ്യമാണ്. അവളുടെ രക്ഷയ്ക്കായി ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി അവൻ മരിക്കുമ്പോൾ അവളെ അവൻ അതിൽ നിന്ന് ഒഴിവാക്കുന്നില്ല. യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിന് ശേഷം ശിഷ്യന്മാരോടുകൂടെ മാളിക മുറിയിൽ മറിയയും പ്രവേശിക്കുന്നതായി നാം കാണുന്നു. എന്നാൽ അതിനുശേഷം അവളെ ചിത്രത്തിൽ കാണുവാൻ കഴിയുന്നില്ല. അവൾ ജീവിച്ചിരുന്നിടത്തോളം കാലം വിശുദ്ധ യോഹന്നാൻ അവളെ തൻ്റെ ഭവനത്തിൽ സംരക്ഷിച്ചു എന്ന് വിശ്വസിക്കാവുന്നതത്രേ. 28 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ, അതിൻ്റെ ശേഷം സകലവും തികഞ്ഞിരിക്കുന്നു എന്ന് യേശു അറിഞ്ഞിട്ട് തിരുവെഴുത്ത് നിവൃത്തിയാകും വണ്ണം എനിക്ക് ദാഹിക്കുന്നു എന്ന് പറഞ്ഞു. അവിടെ പുളിച്ച വീഞ്ഞ് നിറഞ്ഞൊരു പാത്രം വെച്ചിട്ടുണ്ടായിരുന്നു. അവർ ഒരു സ്പോങ് പുളിച്ച വീഞ്ഞ് നിറച്ച് ഈസോപ്പ് തണ്ടിന്മേലാക്കി അവൻ്റെ വായോടടുപ്പിച്ചു. യേശു പുളിച്ച വീഞ്ഞ് കുടിച്ച ശേഷം നിവൃത്തിയായി എന്ന് പറഞ്ഞു തല ചായച്ചു, ആത്മാവിനെ ഏൽപ്പിച്ചു കൊടുത്തു. ഇവിടെ തിരുവെഴുത്ത് നിവൃത്തിയായിക്കൊണ്ടിരുന്നു എന്ന കാര്യം യോഹന്നാൻ വളരെ സൂക്ഷ്മതയോടെ ചൂണ്ടിക്കാണിക്കുന്നു. ക്രൂശീകരണത്തെ സംബന്ധിച്ച അധ്യായങ്ങൾ പഴയ നിയമത്തിലുണ്ട്. സങ്കീർത്തനം 22, ഉൽപ്പത്തി 22, യെശയ്യാവ് 53, ലേവ്യ 16 ഈ അധ്യായങ്ങൾ അതിന് ഉദാഹരണങ്ങൾ അത്രേ. യേശു ക്രൂശിൽ തൂങ്ങുമ്പോൾ തന്നെ 28 പ്രവചനങ്ങൾ നിവൃത്തിയായി. എനിക്ക് ദാഹിക്കുന്നു എന്നത് 69-ാം സങ്കീർത്തനം 21-ാം വാക്യത്തിൻ്റെ നിവൃത്തിയാകുന്നു. നിവൃത്തിയായി. എന്താണ് നിവൃത്തിയായത്? എൻ്റെയും നിങ്ങളുടെയും വീണ്ടെടുപ്പാണ് നിവൃത്തിയായത്. പിതാവിനോടുള്ള റിപ്പോർട്ടിൽ, നീ എനിക്ക് ചെയ്യുവാൻ തന്ന പ്രവൃത്തി ഞാൻ തികച്ചിരിക്കുന്നു എന്ന് കർത്താവ് പറഞ്ഞത് ഓർക്കുന്നുണ്ടല്ലോ. 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ അവിടെ കാണുന്നത് 31 മുതൽ 37 വരെ. അന്ന് ഒരുക്കനാളും ആ ശബത്ത് നാൾ വലിയതുമാകൊണ്ട് ശരീരങ്ങൾ ശബത്തിൽ ക്രൂശിന്മേൽ ഇരിക്കരുത് എന്ന് വെച്ച് അവരുടെ കാൽ ഒടിച്ചെടുപ്പിക്കണം എന്ന് യഹൂദന്മാർ പീലാത്തോസിനോട് അപേക്ഷിച്ചു. ആകയാൽ പടയാളികൾ വന്ന് ഒന്നാമത്തവൻ്റെയും അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ട മറ്റവൻ്റെയും കാലൊടിച്ചു. അവർ യേശുവിൻ്റെ അടുക്കൽ വന്നു. അവൻ മരിച്ചുപോയി എന്ന് കാണുകയാൽ അവൻ്റെ കാൽ ഒടിച്ചില്ല. എങ്കിലും പടയാളികളിൽ ഒരുത്തൻ കുന്തം കൊണ്ട് അവൻ്റെ വിലാപ്പുറത്ത് കുത്തി. ഉടനെ രക്തവും വെള്ളവും പുറപ്പെട്ടു. ഇത് കണ്ടവൻ സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു. അവൻ്റെ സാക്ഷ്യം സത്യമാകുന്നു. നിങ്ങളും വിശ്വസിക്കേണ്ടതിന് താൻ സത്യം പറയുന്നു എന്ന് അവൻ അറിയുന്നു. അവൻ്റെ ഒരസ്ഥിയും ഒടിഞ്ഞു പോകുകയില്ല എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകേണ്ടതിന് ഇത് സംഭവിച്ചു. അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്ന് മറ്റൊരു തിരുവെഴുത്തും പറയുന്നു. യോഹന്നാൻ സൂചിപ്പിക്കുന്ന ഒന്നാമത്തെ പ്രവചനം നിവൃത്തിയായി. ഇപ്രകാരമുള്ളത് പറഞ്ഞിരിക്കുന്നത് 34 സങ്കീർത്തനത്തിൻ്റെ 20-ാം വാക്യം, അവൻ്റെ അസ്ഥികളെ എല്ലാം അവൻ സൂക്ഷിക്കുന്നു, അവയിൽ ഒന്നും ഒടിഞ്ഞു പോകുകയുമില്ല. രണ്ടാമത്തെ പ്രവചനം ഇനിയും നിവർത്തിക്കപ്പെടേണ്ടതായിട്ടുണ്ട്.
തങ്ങൾ കുത്തിയിട്ടുള്ളവെങ്കിലേക്ക് അവർ നോക്കും. ഏകജാതനെക്കുറിച്ച് വിലപിക്കുന്നത് പോലെ അവർ അവനെക്കുറിച്ച് വിലപിക്കുമെന്ന് സക്രിയ പ്രവചനം 12 അധ്യായത്തിൻ്റെ 10 വാക്യത്തിൽ നാം വായിക്കുന്നു. അവൻ കുത്തുകൊണ്ടു, ആ ഭാഗം നിവൃത്തിയായി, എന്നാൽ വീണ്ടും മടങ്ങി വരും എന്ന് സക്രിയാവ് പറയുന്നു. അവൻ മടങ്ങി വരുമ്പോൾ അവർ കുത്തിയവെങ്കിലേക്ക് നോക്കും എന്നുള്ള തിരുവെഴുത്ത് നിവൃത്തിയാകും. ഇനിയും യോസഫിൻ്റെ കല്ലറയിൽ കർത്താവിനെ അടക്കം ചെയ്യുന്നതിനെക്കുറിച്ച് നാം വായിക്കുന്നു. സുവിശേഷത്തിലെ ഏറ്റവും വലിയ സത്യങ്ങളെക്കുറിച്ചാണ് നാം ഇവിടെ ചിന്തിക്കുന്നത്. സുവിശേഷം എന്നാൽ എന്താണ്? 1 കൊരിന്ത്യർ 15 അധ്യായത്തിൻ്റെ 3-4 വാക്യങ്ങളിൽ പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു, ക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി തിരുവെഴുത്തുകളിൻ പ്രകാരം മരിച്ചു, അടക്കപ്പെട്ടു, തിരുവെഴുത്തുകളിൻ പ്രകാരം 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. സുവിശേഷത്തിൻ്റെ സത്യം ഇതാണ്. ഈ സത്യങ്ങളോടും യേശുക്രിസ്തുവിൻ്റെ ആളത്വത്തോടുമുള്ള നമ്മുടെ ബന്ധം ആശ്രയിച്ചാണ് നമ്മുടെ രക്ഷ. താങ്കൾ അവനെ വിശ്വസിക്കുന്നുണ്ടോ സുഹൃത്തെ? 38 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലേക്ക് നാം വരുമ്പോൾ, അനന്തരം യഹൂദന്മാരെ പേടിച്ചിട്ട് രഹസ്യത്തിൽ യേശുവിൻ്റെ ഒരു ശിഷ്യനായിരുന്ന അരിമത്തിയിലെ യോസഫ് യേശുവിൻ്റെ ശരീരം എടുത്തുകൊണ്ട് പോകുവാൻ പീലാത്തോസിനോട് അനുവാദം ചോദിച്ചു. പീലാത്തോസ് അനുവദിക്കയാൽ അവൻ വന്ന് അവൻ്റെ ശരീരമെടുത്തു. ആദ്യം രാത്രിയിൽ അവൻ്റെ അടുക്കൽ വന്ന നിക്കോദിമോസും ഏകദേശം 100 റാത്തൽ മൂറും അകിലും കൊണ്ടുള്ള ഒരു കൂട്ട് കൊണ്ടുവന്നു. അവർ യേശുവിൻ്റെ ശരീരമെടുത്ത് യഹൂദന്മാർ ശവം അടക്കുന്ന മര്യാദപ്രകാരം അതിനെ സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടി. യേശുവിൻ്റെ മൃതശരീരം കൈകാര്യം ചെയ്ത 2 പേരും മാന്യന്മാരായിരുന്നു, മഹാന്മാരായിരുന്നു. അരിമത്തിയിലെ യോസഫ് വളരെ ധനവാനായ ശിഷ്യനായിരുന്നു. നിക്കോദിമോസ് ആകട്ടെ യഹൂദന്മാരുടെ പ്രമാണിയും. അവൻ രാത്രിയിൽ യേശുവിൻ്റെ അടുക്കൽ വന്നവനാണ്. അവർ 2 പേരും യേശുവിൻ്റെ രഹസ്യ ശിഷ്യന്മാരായിരുന്നു. എന്നാൽ ഇപ്പോൾ ആദ്യമായി അവർ പരസ്യമായി കടന്നു വന്നു. അവർ പശ്ചാത്തലത്തിൽ ഉണ്ടായിരുന്നു എന്ന് ഇതുകൊണ്ട് വ്യക്തമാണ്. ഇപ്പോൾ കർത്താവിൻ്റെ ശിഷ്യന്മാർ ആടുകളെപ്പോലെ ചിതറിപ്പോകുകയും അവർ ഒളിച്ചിരിക്കുകയും ചെയ്തപ്പോൾ ഈ 2 പേർ പരസ്യമായി കടന്നു വരുന്നു. ഇസ്രായേൽ മക്കൾ മിസ്രൈമിൽ പാർത്തിരുന്നതുകൊണ്ട് അവരും ശരീരം കേടുകൂടാതെ സൂക്ഷിക്കുന്ന ആ രീതി മിസ്രൈമിനെ പോലെ പഠിച്ചിട്ടുണ്ടായിരുന്നു എന്ന് ഇതിൽ നിന്ന് വ്യക്തമാണ്. പഴയ നിയമത്തിലെയും പുതിയ നിയമത്തിലെയും ദൈവമക്കൾ വിശ്വസിച്ചിരുന്നത് അവർ ഉയർത്തെഴുന്നേൽക്കും എന്നാണ്. അവർ ഈ ആയുസ്സിൽ തന്നെ ശരീരം രൂപാന്തരപ്പെട്ട് കർത്താവിനെ കാണും എന്നാണ് വിശ്വസിച്ചിരുന്നത്. എന്നാൽ നമ്മുടെ ശരീരം ദ്രവത്വത്തിൽ വിതയ്ക്കപ്പെട്ടും അദ്രവത്വത്തിൽ ഉയർത്തെഴുന്നേറ്റും ഇരിക്കുന്നു. ബലഹീനതയിൽ വിതയ്ക്കപ്പെട്ടും ശക്തിയിൽ ഉയർക്കുന്നതുമായി കാണുന്നു. അത് മഹത്വീകരിക്കപ്പെട്ട ശരീരമായിരിക്കും. ആ കാരണത്താൽ ഒരു ദൈവപൈതലിന് ശരീരത്തോട് ഒരു ആദരവും സൂക്ഷ്മതയും ഉണ്ടായിരിക്കേണ്ടതാണ്. ശരീരത്തിൻ്റെ തൂക്കത്തിൻ്റെ പകുതി സുഗന്ധദ്രവ്യക്കൂട്ട് ഉപയോഗിക്കുക എന്നതായിരുന്നു അന്നത്തെ രീതി. അതിനാൽ യേശുവിൻ്റെ ഭാരം 200 റാത്തലായിരുന്നു എന്ന് നമുക്ക് ഊഹിക്കാവുന്നതാണ്. മൂറും സുഗന്ധ വ്യഞ്ജനങ്ങളും ഉപയോഗിച്ച് മൃതശരീരം ശരിയായി തിരുമ്മിയിട്ട് നേർത്ത വസ്ത്രത്തിൽ ചുറ്റിക്കെട്ടിവെക്കുകയായിരുന്നു പതിവ്. വായുസഞ്ചാരം ഏൽക്കാതെ അതിനെ സൂക്ഷിച്ചിരുന്നു. യേശുവിൻ്റെ ശരീരവും അവർ അതുപോലെ ശീല കൊണ്ട് ചുറ്റി, സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞു കെട്ടി എന്ന് യോഹന്നാൻ ഇവിടെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഉയർത്തെഴുന്നേൽപ്പിൻ്റെ ദിവസം അതിരാവിലെ യോഹന്നാൻ കല്ലറയ്ക്കൽ ചെന്നപ്പോൾ ശീല അവിടെ കിടക്കുന്നതും ശരീരമില്ല എന്നും കണ്ടപ്പോൾ യേശു ഉയർത്തെഴുന്നേറ്റു എന്ന് അവന് മനസ്സിലാക്കുവാൻ കഴിഞ്ഞു. അവനത് വിശ്വസിക്കുകയും ചെയ്തു. 41-42 വാക്യങ്ങളിൽ അവനെ ക്രൂശിച്ച സ്ഥലത്ത് തന്നെ ഒരു തോട്ടവും ആ തോട്ടത്തിൽ മുമ്പേ ആരെയും വെച്ചിട്ടില്ലാത്ത പുതിയൊരു കല്ലറയും ഉണ്ടായിരുന്നു. ആ കല്ലറ സമീപമാകൊണ്ട് അവർ യഹൂദന്മാരുടെ ഒരുക്കനാൾ നിമിത്തം യേശുവിനെ അവിടെ വെച്ചു. പെസഹ പെരുന്നാൾ അടുത്ത് വരുന്നതുകൊണ്ട് അവർ തിടുക്കത്തിലായിരുന്നു. ആയതുകൊണ്ട് ശരീരത്തിൽ വേണ്ടതുപോലെ പൂർണ്ണമായി സുഗന്ധവർഗം പൂശുന്നതിന് അവർക്ക് കഴിഞ്ഞിരിക്കുകയില്ല. കൂടുതൽ സുഗന്ധവർഗവുമായി വീണ്ടും ആ കല്ലറയെ സമീപിക്കുവാൻ സ്ത്രീകൾ കല്ലറയ്ക്കൽ എത്തിയതിൻ്റെ വിശദീകരണവും ഇവിടെ നമുക്ക് ലഭിക്കുന്നു. യേശുവിൻ്റെ പുനരുദ്ധാനത്തെക്കുറിച്ചാണ് 20-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നത്. യേശുവിൻ്റെ പുനരുദ്ധാനം പുതുമ നഷ്ടപ്പെടാത്ത പഴയ വാർത്തയാണ്. ആദ്യത്തെ 3 സുവിശേഷങ്ങൾ നാം പഠിച്ചപ്പോഴും യേശുക്രിസ്തുവിൻ്റെ ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ഞാൻ വിശദമായി സംസാരിക്കുകയുണ്ടായി. അതെത്ര സംസാരിച്ചാലും അധികമാകിയില്ല എന്നതാണ് പരമാർത്ഥം. ഇന്ന് ദൈവമക്കൾ അതിന് നൽകാത്ത പ്രാധാന്യം സാത്താൻ ശരിക്കും മുതലെടുക്കുകയാണ്. ഒരു കൂട്ടർക്ക് ഉയർപ്പ് ഞായറാഴ്ച വെളുപ്പിനത്തെ വെടിക്കെട്ടുകൊണ്ട് അതിൻ്റെ പ്രാധാന്യം തീരുമ്പോൾ വേറൊരു കൂട്ടർ അതൊന്നുമല്ല പ്രധാന കാര്യം എന്ന വിധത്തിൽ മുൻപോട്ട് പോകുന്നു.
യേശുക്രിസ്തുവിൻ്റെ ശാരീരിക ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ആദിമ സഭയിലെ എല്ലാ പ്രസംഗങ്ങളിലും പ്രതിപാദിച്ചിരുന്നു. വെറുതെ സൂചിപ്പിച്ചു പോകുകയല്ലായിരുന്നു. അവരുടെ പ്രസംഗങ്ങളുടെ ചിന്താവിഷയം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പായിരുന്നു. പ്രിയ സുഹൃത്തെ, മറ്റേതൊരു ക്രിസ്തീയ സത്യങ്ങളെക്കാളും ഏറെ ഊന്നൽ കൊടുക്കേണ്ട വസ്തുത യേശുക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് തന്നെയാണ്. അതത്ര ഗൗരവമായി ചിന്തിക്കുവാനും അംഗീകരിക്കുവാനും താങ്കൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ താങ്കളുടെ ആത്മീയ ജീവിതത്തിൽ കാര്യമായ വളർച്ചയില്ല. ഇന്നും ആ ജഡീക മനുഷ്യൻ്റെ സ്വഭാവമാണ്. മുരടിച്ച ജീവിതമായിരിക്കും താങ്കളുടേത്. മറ്റേതൊരു ഉപദേശത്തെ സാത്താൻ ആക്രമിക്കുന്നതിലും അധികം ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തെ ആക്രമിക്കുന്നുണ്ട്. അവനറിയാം, ആ കാര്യത്തിൽ ഒരു സംശയം മനുഷ്യഹൃദയങ്ങളിൽ കുത്തിവെക്കാമെന്നുണ്ടെങ്കിൽ പിന്നെ മനുഷ്യൻ അവൻ്റെ ചൊൽപ്പടിക്ക് തന്നെ നിന്നുകൊള്ളുമെന്ന്. ക്രിസ്തു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റു. ലാസർ വീണ്ടും ജീവിച്ചതുപോലെ അല്ല. അപ്രകാരത്തിലൊരത്ഭുതം അല്ലായിരുന്നു ഇതെന്നോർക്കണം. ക്രിസ്തു ശാരീരികമായി ഉയർത്തെഴുന്നേറ്റതുകൊണ്ട് അവനിൽ വിശ്വസിക്കുന്നവർക്കുണ്ടാകുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് വിശുദ്ധ പൗലോസ് 1 കൊരിന്ത്യർ 15 അധ്യായത്തിൽ വിവരിക്കുന്നുണ്ട്. അഥവാ ഉയർത്തില്ലെങ്കിൽ ഉണ്ടാകാവുന്ന ബുദ്ധിമുട്ടുകളെക്കുറിച്ചും പൗലോസ് ആ ഭാഗത്ത് വിവരിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്കും ഈ വിഷയം വളരെ ഗൗരവമായി എടുത്ത് പഠിക്കാം. ഓർക്കുക, ഈ കാര്യത്തിൽ താങ്കളുടെ മനസ്സിൽ സംശയം കൊണ്ടുവരുന്നത് സാത്താനാണ്. വ്യക്തമായ തെളിവുകൾ ഉണ്ടായിരിക്കുമ്പോൾ തന്നെ അവയെ സംശയിക്കുന്നത് എത്ര നികൃഷ്ടമാണെന്ന് ഓർക്കണം. അത് ദൃക്സാക്ഷികളുടെ വാക്കുകളെ ചോദ്യം ചെയ്യുന്ന പ്രവണത. ഇത് ആദ്യം മുതൽക്ക് തന്നെ സാത്താൻ മെനഞ്ഞ ഒരു തന്ത്രമായിരുന്നു എന്ന് മറക്കരുത്. അവൻ്റെ വലയിൽ വീഴാതെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കാം. വിശുദ്ധ യോഹന്നാൻ ആ ദിവസം അവിടെ ഉണ്ടായിരുന്ന വ്യക്തി ആയിരുന്നല്ലോ. യോഹന്നാൻ്റെ വാക്കുകൾ തന്നെ നമുക്ക് ശ്രദ്ധിക്കാം. 20 അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിലെ പുനരുത്ഥാനത്തിൻ്റെ അധ്യായമാണിത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനമാകുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. പലപ്പോഴും ഉയർപ്പ് ഞായറാഴ്ച മാത്രം ക്രിസ്തുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിനെക്കുറിച്ച് ചിന്തിക്കാറുള്ളൂ എന്നത് ഞാൻ പറഞ്ഞല്ലോ വളരെ ശോചനീയമാണ്. 1 വാക്യത്തിൽ നാം വായിക്കുന്നു, ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ മഗ്ദലക്കാരത്തി മറിയ രാവിലെ ഇരുട്ടുള്ളപ്പോൾ തന്നെ കല്ലറയ്ക്കൽ ചെന്ന് കല്ലറയ്ക്കൽ നിന്ന് കല്ല് നീങ്ങിയിരിക്കുന്നത് കണ്ടു. ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാൾ, അതായത് ഞായറാഴ്ച, മഗ്ദലക്കാരത്തി മറിയ കല്ലറയ്ക്കൽ ചെന്നു. ശബത്ത് ദിവസം എപ്പോഴാണ് തീർന്നത്? ശനിയാഴ്ച ആരാധനയ്ക്കും വിശ്രമത്തിനുമായി ആചരിക്കണമെന്ന് വിശ്വസിക്കുന്നവർ സാധാരണ ചോദിക്കാറുള്ള ചോദ്യമത്രേ ഇത്. യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റപ്പോൾ അതിന് മാറ്റം വന്നു. ശബത്ത് ദിവസം അവൻ മരിച്ച് കല്ലറയിലായിരുന്നു. ഞായറാഴ്ച അവൻ ജീവിച്ചെഴുന്നേറ്റ് വന്നു. അന്നു മുതൽ വിശ്വാസികൾ ആഴ്ചയുടെ 1-ാം ദിവസം കൂടി വരുവാൻ തുടങ്ങി. ശബത്ത് പഴയ സൃഷ്ടിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ദൈവം സകലവും സൃഷ്ടിച്ചതിന് ശേഷം ശബത്ത് ദിവസം അവൻ വിശ്രമിച്ചു. എന്നാൽ ഇപ്പോൾ നാം യേശുക്രിസ്തുവിൽ പുതിയ സൃഷ്ടിയായി തീർന്നിരിക്കുന്നു. സുവിശേഷ എഴുത്തുകാരിൽ അവസാനത്തെ ആളായ യോഹന്നാൻ യേശുക്രിസ്തു മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റത് ആഴ്ചവട്ടത്തിൻ്റെ 1-ാം നാളിലാണെന്ന് പ്രത്യേകം എടുത്തു പറഞ്ഞിരിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതത്രേ. ഉയർപ്പ് ദിവസം രാവിലെ നടന്ന സംഭവങ്ങൾ ക്രമമായി മനസ്സിലാക്കുന്നത് സഹായകരമത്രേ. മഗ്ദലക്കാരത്തി മറിയ, യാക്കോബിൻ്റെ അമ്മ മറിയ, ശലോമി എന്നീ 3 സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കലേക്ക് പോയി. മറ്റ് സ്ത്രീകളും സുഗന്ധവർഗ്ഗങ്ങളുമായി അവരെ അനുഗമിക്കുന്നുണ്ടായിരുന്നു. കല്ല് ഉരുട്ടി മാറ്റിയതായി അവർ മൂവരും കണ്ടു. മഗ്ദലക്കാരത്തി മറിയ അക്കാര്യം ശിഷ്യന്മാർക്ക് അറിയുവാനായി അവരെ കാണുന്നതിനായി പോകുന്നു. ലൂക്കോസിൻ്റെ സുവിശേഷം 23-ാം അധ്യായത്തിൻ്റെ 55 മുതൽ 24-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യം വരെ. ഇവിടെ യോഹന്നാൻ്റെ സുവിശേഷം 20-ാം അധ്യായത്തിൻ്റെ 1-2 വാക്യങ്ങൾ. യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ കല്ലറയുടെ അടുത്തേക്ക് നീങ്ങി. അവൾ കർത്താവിൻ്റെ ദൂതനെ കാണുന്നു. സുഗന്ധവർഗവുമായി അവരെ അനുഗമിച്ചിരുന്ന മറ്റ് സ്ത്രീകളെ കാണുവാൻ അവൾ തിരികെ പോയി. അതിനിടയിൽ മഗ്ദലക്കാരത്തി മറിയ പറഞ്ഞതനുസരിച്ച് പത്രോസും യോഹന്നാനും വന്നു ചേർന്നു. അവർ കല്ലറയിലേക്ക് നോക്കിയിട്ട് കടന്നുപോകുന്നു. യോഹന്നാൻ 20:3 മുതൽ 10 വരെ. മഗ്ദലക്കാരത്തി മറിയ കരഞ്ഞുകൊണ്ട് തിരിച്ചു വരുന്നു. അവൾ 2 ദൂതന്മാരെയും യേശുവിനെയും കാണുന്നു. യോഹന്നാൻ 20:11 മുതൽ 18 വരെ. യേശു അവളോട് പറഞ്ഞതനുസരിച്ച് ശിഷ്യന്മാരോട് അറിയിക്കുവാനായി അവൾ പോകുന്നു. യാക്കോബിൻ്റെയും യോസയുടെയും അമ്മ മറിയ അതിനിടയിൽ സുഗന്ധവർഗവുമായി വന്ന സ്ത്രീകളെ കണ്ടുമുട്ടുകയും അവരോടൊപ്പം തിരികെ വരികയും 2 ദൂതന്മാരെ കാണുകയും ചെയ്യുന്നു. അവരും ദൂതൻ്റെ വാക്കുകൾ കേട്ട് ശിഷ്യന്മാരെ അന്വേഷിച്ചു പോയി യേശുവിനെ കണ്ടുമുട്ടി. മത്തായി 28:8 മുതൽ 10 വരെ. മഗ്ദലക്കാരത്തി മറിയയിൽ നിന്നാണ് കർത്താവ് 7 ഭൂതങ്ങളെ പുറത്താക്കിയിരുന്നത്.
തൻ്റെ തലമുടി കൊണ്ട് യേശുവിൻ്റെ പാദം തുടച്ച പാപിനിയായ സ്ത്രീയാണ് അവളെന്ന് ചിലർ ചിന്തിക്കാറുണ്ട്. എന്നാൽ തെളിയിക്കുവാൻ കഴിയാത്ത ഒരു അഭിപ്രായമത്രേ അത്. വളരെ ഉന്നതമായ നിലവാരം പുലർത്തിയിരുന്ന ഒരു വ്യക്തിയായിരുന്ന അവൾ, ഞാൻ കരുതുന്നത്, അവളെ സൗഖ്യമാക്കിയതിനാൽ അവൾക്ക് കർത്താവിനോട് എന്നും നന്ദിയും കടപ്പാടുമുള്ളവളായി ജീവിച്ചു എന്നാണ്. കല്ലറയിൽ യേശുവിൻ്റെ ശരീരം ഇല്ല എന്ന് മനസ്സിലാക്കിയപ്പോൾ അക്കാര്യം യോഹന്നാനോടും പത്രോസിനോടും പറയുവാനായി അവൾ ഉടൻ തന്നെ ഓടിപ്പോയി. 2-ാം വാക്യം. അവൾ ഓടി ശിമോൻ പത്രോസിൻ്റെയും യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ്റെയും അടുക്കൽ ചെന്നു. കർത്താവിനെ കല്ലറയിൽ നിന്നും എടുത്തുകൊണ്ടുപോയി. അവനെ എവിടെ വെച്ചു എന്ന് ഞങ്ങൾ അറിയുന്നില്ല എന്ന് അവരോട് പറഞ്ഞു. യേശുവിന് പ്രിയനായ മറ്റേ ശിഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെക്കുറിച്ചാണ്. പേര് പറയാതെ ഈ വിധത്തിലാണ് യോഹന്നാൻ എല്ലായ്പ്പോഴും തന്നെക്കുറിച്ച് സൂചിപ്പിച്ചിരിക്കുന്നത് എന്ന് നാം കാണുന്നുണ്ട്. യൂദ ഒഴികെ ഏതൊരു ശിഷ്യനും ഇപ്രകാരം യേശുവിന് പ്രിയ ശിഷ്യൻ എന്ന പേരുപയോഗിക്കുവാൻ കഴിയുന്നവരായിരുന്നു. യൂദായുടെ ലേഖനം 21-ാം വാക്യത്തിൽ ഇപ്രകാരം വായിക്കുന്നു: നിത്യജീവനായിട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കരുണയ്ക്കായി കാത്തിരുന്നുകൊണ്ട് ദൈവസ്നേഹത്തിൽ നിങ്ങളെ തന്നെ സൂക്ഷിച്ചുകൊള്ളുവീൻ. നിങ്ങളെ തന്നെ ദൈവസ്നേഹത്തിൽ സൂക്ഷിച്ചുകൊള്ളുവീൻ, കാരണം ദൈവം നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് നിങ്ങൾ അറിയുന്നുവല്ലോ. നിന്നോടുള്ള അവൻ്റെ സ്നേഹത്തെ തടയുവാൻ നിനക്ക് കഴിയുകയില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ. ഈ സ്ഥാനം യോഹന്നാന് ലഭിച്ചതുപോലെ ആയിരിക്കുന്നത് ഏറ്റവും മനോഹരമായ സംഗതി അത്രേ. ശിമോൻ പത്രോസിനെയും യോഹന്നാനെയും നാം ഒരുമിച്ച് ഇവിടെ കാണുന്നു. പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞു എന്ന് മറ്റ് ശിഷ്യന്മാരിൽ ചിലർ കേട്ടപ്പോൾ അവർ അവനെ പുറന്തള്ളി എന്ന് ചിന്തിക്കാവുന്നതത്രേ. എന്നാൽ അവന് ഒരു സ്നേഹിതനെ ഏറ്റവും ആവശ്യമായിരുന്ന സമയത്ത് യോഹന്നാൻ അവനെ ചേർത്തുകൊണ്ടു എന്നതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഇടിമക്കളിൽ ഒരാളായി യോഹന്നാൻ സ്നേഹത്തിൻ്റെ അപ്പോസ്തലനായി തീരുന്നു. അതെ, അത് എത്രമാത്രം മനോഹരമാണല്ലേ. യേശു ഉയർത്തെഴുന്നേൽക്കും എന്ന പ്രത്യാശ മഗ്ദലക്കാരത്തി മറിയയ്ക്കില്ലായിരുന്നു. ആരെങ്കിലും യേശുവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ട് പോയിരിക്കുമെന്നാണ് അവൾ ചിന്തിച്ചത്. യേശുവിൻ്റെ ശരീരം ശിഷ്യന്മാർ മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് പിന്നീട് മതനേതാക്കന്മാർ ശിഷ്യന്മാരെ കുറ്റപ്പെടുത്തുന്നതും, മതനേതാക്കന്മാർ കർത്താവിൻ്റെ ശരീരം മോഷ്ടിച്ചുകൊണ്ടുപോയി എന്ന് മറിയ ചിന്തിച്ചതും രസകരമായ സംഗതികളാണ്. യേശുവിൻ്റെ ശരീരം ആ 1-ാം ഞായറാഴ്ച ദിവസം കാണിപ്പാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അതിനുവേണ്ടി എന്തും കൊടുക്കുവാൻ മതനേതാക്കന്മാർ തയ്യാറാകുമായിരുന്നു. നാം പിന്നീട് വായിക്കുന്നു, അതുകൊണ്ട് പത്രോസും മറ്റേ ശിഷ്യനും പുറപ്പെട്ട് കല്ലറയ്ക്കൽ ചെന്നു. ഇരുവരും ഒന്നിച്ചോടി. മറ്റേ ശിഷ്യൻ പത്രോസിനേക്കാൾ വേഗത്തിൽ ഓടി ആദ്യം കല്ലറയ്ക്കലെത്തി. ശിമോൻ പത്രോസും യോഹന്നാനും യേശുവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് പ്രതീക്ഷിച്ചിരുന്നില്ല. ഇരുട്ടുണ്ടായിരുന്നതുകൊണ്ട് മറിയയ്ക്ക് ശരിയായി കാണുവാൻ കഴിഞ്ഞില്ലായിരിക്കാം എന്നാണ് അവർ ചിന്തിച്ചത്. കല്ല് ഉരുണ്ടു മാറിയിരിക്കുന്നത് കണ്ട് അവർ ഭയന്ന് ഓടിപ്പോയിരിക്കാനിടയുണ്ട്. ഒരുപക്ഷേ അവർ ഈ മറിയ വേറെ കല്ലറയ്ക്കലായിരിക്കും ചെന്നത് എന്ന് ചിന്തിച്ചു കാണും. ഇങ്ങനെ വിചാരിച്ചുകൊണ്ട് അവർ കല്ലറയുടെ അടുത്തേക്കോടി. അതെ, ജീവനുള്ളവരെ അന്വേഷിച്ച് താങ്കൾ ശ്മശാന സ്ഥലത്തേക്ക് പോവുകയില്ലല്ലോ. യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന വിശ്വാസത്തോടെയോ പ്രതീക്ഷയോടെയോ അല്ല അവർ കല്ലറയിലേക്ക് ഓടുന്നത്. കർത്താവിൻ്റെ ശരീരം കാണണമെന്നുള്ള ആഗ്രഹമായിരുന്നു അവർക്കുണ്ടായിരുന്നത്. മറ്റേ ശിഷ്യൻ എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് യോഹന്നാനെക്കുറിച്ചാണ്. ശിമോൻ പത്രോസിനെ ഓട്ടത്തിൽ തോൽപ്പിക്കുവാൻ യുവാവായ യോഹന്നാന് കഴിഞ്ഞു. ശിഷ്യന്മാരിൽ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾ യോഹന്നാൻ ആയിരുന്നു എന്ന് ചിന്തിക്കുന്നവരുണ്ട്. 5-ാം വാക്യത്തിൽ, കുനിഞ്ഞു നോക്കി ശീലകൾ കിടക്കുന്നത് കണ്ടു, അകത്ത് കടന്നില്ല താനും. യോഹന്നാൻ കണ്ട കാഴ്ച യേശു ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് വിശ്വസിക്കുവാൻ മതിയായതായിരുന്നു. അവനാണ് അവിടെ ആദ്യം ചെന്നതെങ്കിലും അവൻ്റെ ഭക്തിയും ആദരവും കാരണം അവൻ അകത്ത് കടന്നില്ല. കല്ലിനിടയിൽ വെട്ടിയെടുത്ത ചെറിയ വാതിലിൽ കൂടി അവൻ കുനിഞ്ഞു നോക്കി. അവൻ കണ്ട തെളിവുകൾ അവന് ഉറച്ചു വിശ്വസിക്കുവാൻ മതിയായതായിരുന്നു. ശീലകൾ കിടക്കുന്നത് യോഹന്നാൻ കണ്ടു, എന്നാൽ ശരീരം അതിൽ നിന്നും പുറത്തു പോയിരുന്നു. ഇതുപോലെയുള്ള ചെറിയ കാര്യങ്ങളെ മനുഷ്യർക്ക് വിശ്വാസത്തിന് തെളിവുകളായി ദൈവം ഉപയോഗിക്കുന്നു എന്നത് എത്ര ഉന്നതമാണ്. 6 മുതലുള്ള വാക്യങ്ങൾ, അവൻ്റെ പിന്നാലെ ശിമോൻ പത്രോസും വന്ന് കല്ലറയിൽ കടന്നു. ശീലകൾ കിടക്കുന്നതും അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതും കണ്ടു. ആദ്യം കല്ലറയ്ക്കലെത്തിയ മറ്റേ ശിഷ്യനും അപ്പോൾ അകത്തിയെന്ന് കണ്ട് വിശ്വസിച്ചു.
ശിമോൻ പത്രോസിനെ സംബന്ധിച്ചിടത്തോളം ഓടുക വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു. അവൻ ഓടി അണച്ചിതാ വന്നു ചേരുന്നു. ക്ഷമയെന്നത് പത്രോസിൻ്റെ സ്വഭാവമായിരുന്നില്ല. അതിനാൽ ഉടൻ തന്നെ അവൻ കല്ലറയിൽ കടന്നു. അവനും ശീലകൾ കിടക്കുന്നതും യേശുവിൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാലും കണ്ടു. യോസഫും നിക്കോദിമോസും കൂടി യേശുവിൻ്റെ ശരീരം മൂറും അകലും കൊണ്ടുള്ള സുഗന്ധവർഗത്തോടുകൂടെ ശീല പൊതിഞ്ഞ് കെട്ടിയ കാര്യം ഓർമ്മിക്കുക. അവൻ്റെ ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീല അഴിക്കാതെ അതിൽ നിന്നും എങ്ങനെയാണ് ശരീരം പുറത്തു വന്നത്? ഒരു വിത്ത് മണ്ണിനടിയിൽ നിന്നും മുളച്ചു വരുന്നത് പോലെ യേശുക്രിസ്തു ആ കല്ലറയിൽ നിന്നും പുറത്തു വന്നു. ഗോതമ്പ് മണി നിലത്ത് വീണ് ചാകുന്നില്ല എങ്കിൽ അത് തനിയെ ഇരിക്കുമെന്ന് അവൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ നിന്ന് പുതിയ മണികൾ ഉണ്ടാകും. എന്നാൽ ഗോതമ്പിൻ്റെ പഴയ പുറന്തോട് ഭൂമിയിൽ അപ്പോഴും ഉണ്ടായിരിക്കും. അതാണ് കല്ലറയിൽ ഉണ്ടായിരുന്നത്. അവൻ്റെ പുറന്തോട് മാത്രം. അവൻ ഉയർത്തെഴുന്നേറ്റു. അവൻ ജീവിക്കുന്നു. ലാസറിനെ കർത്താവ് ഉയർപ്പിച്ചപ്പോൾ അവൻ ശീലകളാൽ ചുറ്റപ്പെട്ടവനായി അങ്ങനെ കല്ലറയിൽ നിന്ന് പുറത്തു വന്നു. ലാസറിൻ്റെ കെട്ടുകൾ അഴിപ്പാൻ കർത്താവിന് ചുറ്റിലും നിന്നവരോട് പറയേണ്ടതായി വന്നു. ലാസർ പഴയ ആ ശവവസ്ത്രങ്ങളാൽ ചുറ്റപ്പെട്ടവനായി അവൻ്റെ പഴയ ശരീരത്തിലാണ് പുറത്തു വന്നത്. ലാസറിൻ്റെ ശരീരം വീണ്ടും മരിക്കേണ്ടതായിട്ടുണ്ട്. എന്നാൽ കർത്താവായ യേശുക്രിസ്തു ഒരിക്കലും മരണം കാണാതെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റ് വന്നത്. ഇതാണ് പുനരുദ്ധാനം എന്ന് പറയുന്നത്. യോഹന്നാനിൽ കൂടി വേറെ പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടെ ദൈവം വളരെ സൂക്ഷ്മമായി ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അവൻ്റെ തലയിൽ ചുറ്റിയിരുന്ന റൂമാൽ ശരീരത്തിൽ ചുറ്റിയിരുന്ന ശീലകളോടുകൂടെ കിടക്കാതെ വേറിട്ടൊരിടത്ത് ചുരുട്ടി വെച്ചിരിക്കുന്നതായി കണ്ടു എന്ന്. അത് തലയിൽ ചുറ്റി വെച്ചിരുന്നതോ അതിൻ്റെ ആകൃതിയിലാണ് കാണപ്പെട്ടത്. കർത്താവ് ഉയർത്തെഴുന്നേറ്റിരിക്കുന്നു എന്ന് അത് കണ്ടപ്പോൾ പത്രോസ് വിശ്വസിച്ചു എന്നത്ര ഞാൻ ചിന്തിക്കുന്നത്. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിനെ കാണുന്നതിന് മുമ്പ് തന്നെ പത്രോസ് കണ്ട് അറിയുകയും വിശ്വസിക്കുകയും ചെയ്തു. സംശയിച്ചു നിന്നിരുന്ന പത്രോസ് ക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ വിശ്വസിച്ചു, ശക്തിപ്പെട്ടു. ആ വിശ്വാസം നമ്മിലും ഉണ്ടാകേണ്ടതിനായി നമുക്ക് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.